അപ്പൊ നമുക്ക് റൂം ഇഷ്ടപ്പെട്ടില്ലേ? നീ അഡ്വാൻസിന്റെ കാര്യം അത് ഞാൻ പറഞ്ഞായിരിക്കാനെ. അഡ്വാൻസിൽ എന്തെങ്കിലും കുറച്ചുകൂടെ? അഡ്വാൻസിൽ കുറക്കാൻ പറ്റൂല, വാടകയിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. കോമക ഏതായാലും നിങ്ങൾ വിളിക്ക് ട്ടാ. എന്നാ ആയിക്കോട്ടെ. കോമൊക്കെ നിക്കണേ, ഒന്ന് പോയി നോക്കാം നമ്മള്. എന്താ ഇവിടെ നിക്കണേ? ഞാൻ ഈ റൂം എടുക്കാൻ തീരുമാനിച്ചേക്കണേ. ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങണം. അതിന്റെ ഇപ്പൊ നിങ്ങള് തമ്മിൽ നോക്കി ചിരിച്ചണ്. ഇവിടെ കച്ചവടം ഉണ്ടാവൂലേ? ഇങ്ങക്ക് ഇപ്പം സുഖമായിട്ടില്ല കോമൊക്കെ ഇവിടെ കച്ചവടം ഇടാന്. അതും സൂപ്പർ മാർക്കറ്റ്. വേഗം തടി കഴിച്ചിലാക്കിയാളി. ഇവിടെ ഒരു മനസ്സം വരില്ല. ഇവിടെ അതിന് പറ്റിയ സ്ഥലമല്ലത്. വേറെ എവിടെങ്കിലും നോക്കി. ഹലോ, പാലുവണ്ടിയല്ലേ? ഇജ്ജി എവിടെ ചങ്ങായി? എത്ര പോലെ നേരമായി? ഇവിടെ 4-5 കസ്റ്റമർ വന്നിട്ട് കാത്തിക്കണതാ. ഒരുപാട് നേരമായാലേ. സാധാരണ ഇതിന് മുമ്പ് എത്തണ്ടാവുള്ള നോക്കടാ, ആ പാലുവണ്ടിക്കാർ ഇപ്പൊ എത്തൂട്ടാ. പിന്നെ ഇനിയിപ്പോ എന്താ? എടാ, കൊക്കക്കോലിന്റെ ടീം വന്നിട്ടില്ലേ? സാധനം ഒരുപാട് കുറവുണ്ടല്ലോ. തന്നെ അളമാറിയിൽ എപ്പോഴും സാധനം സ്റ്റോക്ക് ഒന്നും കുറവ് വരാൻ പാടില്ല കേട്ടാ. എടാ, പാല് പറഞ്ഞതിനെക്കാട്ടി കുറച്ച് ഏറെ വെച്ചട്ടാ. ഒരു കല്യാണത്തിന് ഓർഡർ വേറെ വന്നിട്ടുണ്ട്. കോമൊക്കെ ഈ കടത്തില്ല. അതപ്പൊ ഞാനും ആലോചിച്ചു, മൂപ്പരിപ്പത് എടുത്തില്ല. ഞമ്മളന്ന് പറഞ്ഞില്ലേ കച്ചവടം ഉണ്ടാവില്ലെന്ന്. അതൊന്നും മൂപ്പർക്ക് ഏറ്റിട്ടില്ല തോന്നിട്ടാ. നമ്മള് കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് ഏൽക്കാത്ത മൂപ്പരന്നെ ഉള്ളൂട്ടാ. സിദ്ദീഖേ വാപ്പുവാ, വരി. ഇങ്ങനെ അയാൾ മുന്നിട്ട് പോവാ. ഏതാ പോയേക്ക. എല്ലാ എന്റെ ഇപ്പൊ രണ്ടാളും കൂടി പ്രാവിനെ വിട്ടാ നോട്ട അവിടുന്ന് ഇങ്ങനെ നോക്കിന്ന്. അതിപ്പോ ഞങ്ങളിങ്ങനെ അത് പറയൊന്നും വേണ്ട, എനിക്ക് മനസ്സിലാക്കണേ. അന്ന് കടെടുക്കാൻ വന്ന സമയത്ത് ഞാൻ മണ്ടിച്ച ആൾക്കാരില്ല ഇങ്ങനെ രണ്ടാളും. എന്റെ മക്കളെ, നമ്മളൊരു ലക്ഷ്യത്തിന് ഇറങ്ങിയാലേ അതിന് കുറെ ആളുകൾ മോശ അഭിപ്രായം നല്ല അഭിപ്രായങ്ങളൊക്കെ പറയും. പക്ഷെ നമ്മളെ മനസ്സിലൊരു വിശ്വാസം വേണം. ആ വിശ്വാസം ഉണ്ടെങ്കിൽ ആ ബിസിനസ് നന്നാവും, രക്ഷപ്പെടും. അതാണ് ഇപ്പൊ ഞാനീ ചെയ്തത്. പിന്നെ സ്വപ്നം കാണുന്നവനെ ഭയപ്പെടുത്തിയിട്ട് കാര്യമില്ല. വിശ്വാസം ഇല്ലാത്തവനെ അതൊക്കെ ഏൽക്കുള്ളൂ. എന്നാ ഞാൻ മെല്ലെ വിട്ടോളി.